ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ഒന്നും അല്ലെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ഇന്നൊരു ഡ്രസ് ഹോൾ വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ഒരു സംഭവമാണ് നിങ്ങളെ ഞാൻ ഇന്ന് കാണിക്കാൻ പോണത്. അപ്പം എന്താ പറയുക, കുറേ നാളായിട്ട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നൊരു സംഭവമല്ലേ, എന്നാൽ പിന്നെ അതങ്ങ് ചെയ്തേക്കാം എന്ന് ഞാൻ വിചാരിച്ചു. ഇത് ഇന്ന സ്ഥലത്ത് മീഷോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തൊന്നുമില്ല, ചിലപ്പം ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റുഡിയോ അങ്ങനത്തെ സംഭവങ്ങളിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് ഡ്രസ്സുകളാണ്. എൻ്റെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫേവറേറ്റ് ഡ്രസ്സുകളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ച ഡ്രസ്സാണ് കേട്ടോ. ഒരു ഡ്രസ്സ് മാത്രം മിസ്സിങ് ആണ്. ഒന്നെങ്കിൽ ഞാനത് വീട്ടിൽ വെച്ച് മറന്നു, അല്ലെങ്കിൽ ഇവിടെ സൂട്ട് കേസിനകത്ത് ഭദ്രമായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ കുറച്ച് ഡ്രസ്സുകൾ മാറ്റി വെച്ചിട്ടുണ്ട്, അത് വേറൊരു വീഡിയോയിലായിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ഡ്രസ് ഹോൾ വീഡിയോ ആണ്. ഞാൻ ചിലതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ചിലതൊന്നും ഇല്ലാത്തത് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ എന്തായാലും ഫോട്ടോ കാണാൻ യാതൊരു ചാൻസും ഇല്ല, ഞാൻ അതിട്ടിപ്പം ഫോട്ടോ എടുത്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് വൺ പറയുന്നത് ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സാണ്. ഇത് ഞാൻ ഡിംപിളുടെ ബർത്ത്ഡേക്ക് ഇട്ടിട്ടായിരിക്കും നിങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ടാവും മമ്മിയുടെ വ്ളോഗിലൊക്കെ. നല്ലൊരു ബ്ലാക്ക് അനാർക്കലിയാണ് കേട്ടോ. ഇതുണ്ടോ, നല്ല ഫ്ലെയർ ഉള്ള ഒരു ഇതാണ്. കൈ ഇങ്ങനെ എന്താ പറയുക, ലൈനിങ് ഇല്ലാണ്ട് ഇങ്ങനൊരു ചെറിയൊരു പഫ്, ഇവിടെ പഫില്ല, ഒരു കൈയുടെ ഇവിടെ മാത്രം ഒരു പഫ് വരുന്ന പോലെ. പിന്നെ ഇവിടെ ഒരു ബീഡ്സ് വർക്ക് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ബ്ലാക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിനോട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചത് നമ്മുടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന യാമി ഡിസൈൻസിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. 1000 ബിലോ ആണ് ഈ അനാർക്കലിക്കൊക്കെ വരിക. ഇതെനിക്ക് തോന്നുന്നത് 950 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരിക. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, വേർത്തിയാണ് കേട്ടോ. ഞാൻ പൊക്കി പറയുന്നതല്ല, വേർത്തിയായിട്ട് എനിക്ക് തോന്നിയതാണ്. നന്നായിട്ടുണ്ട്, ഇത് നല്ലൊരു അനാർക്കലിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് കൂടുതലും വണ്ണം ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനത്തെ സ്ലിറ്റുള്ള ഡ്രസ്സുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യും. ചില സ്ലിറ്റുകളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ ഫ്രില്ല് വരും, അപ്പോൾ അത് വലിയ വൃത്തിയുണ്ടാവില്ല. പക്ഷെ ഈ പറയുന്ന പോലെ അധികം സ്ലിറ്റുള്ള ഡ്രസ്സ് ഞാൻ മാക്സിമം ഒഴിവാക്കാറാണ് കേട്ടോ പതിവ്. ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ കസേരയിൽ ഇങ്ങനെ വിരിച്ച് ഇട്ടിരിക്കുകയാണ് എളുപ്പത്തിനായിട്ട്. പിന്നെ ഈ ഒരു ഡ്രസ്സ് കാണാൻ വഴിയില്ല, കാരണം ഇതൊരു പുതിയ ടോപ്പ് വന്നതാണ്. ഇത് ഞാൻ ഇട്ടിട്ടില്ല. ഇത് നമ്മുടെ അരിയ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉള്ളതാണ്. അപ്പോൾ അവിടുന്ന് ഇതൊരു പഫ് വെച്ച് വീനക്ക്, എനിക്കിപ്പോൾ വീനക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ട് വീനക്ക് എന്നിൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ബ്ലാക്ക് ചുരിദാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ അമ്മാമ്മയുടെ കുർബാന ചൊല്ലിക്കലിന് പള്ളിയിലിട്ട ഒരു ഡ്രസ്സ്. അതിൽ പിന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് കേട്ടോ. ഇത് അങ്ങനെ ഒരു ഡ്രസ്സാണ്. ഇത് ഞാൻ ഇതുവരെ ഇടാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ ഫോട്ടോ ഇല്ല കേട്ടോ. ഇതൊരു കോട്ടൺ മെറ്റീരിയലാണ്, വിത്ത് ലൈനിങ് ആണ് വരുന്നത്. പക്ഷെ ഞാൻ ഫോട്ടോയിൽ കണ്ട കളറല്ല കേട്ടോ, എക്സാക്ട്ലി കളറല്ല, പക്ഷെ മോശമായിട്ടുള്ള ഇതല്ല കേട്ടോ. ഇതിനൊരു പഫ് കൂടെ വരുന്നുണ്ട്. എനിക്ക് പഫും കോൺഫിഡൻസ് തന്ന നമ്മുടെ തോമുൻ്റെ സ്കൂളിലെ ഡാൻസ് ടാലന്റ് ഡേ നടന്നപ്പം ഇട്ടിലൊരു ചുരിദാർ അനാർക്കലി, ഈ ഒരു സെറ്റിൻ്റെ യാമിയുടെ സെറ്റിൽ വരുന്നതാണ് കേട്ടോ ആ ഒരു ചുരിദാർ എന്ന് പറയുന്നത്. അതിലൊരു പഫ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു, എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഡ്രസ്സൊന്നും കോൺഫിഡൻസ് ഇല്ലായിരുന്നു വണ്ണമുള്ളതുകൊണ്ട് ഒന്നുകൂടെ പ്രൊജക്റ്റ്. പക്ഷെ അതിട്ടിപ്പോൾ ഒന്നുകൂടെ എനിക്ക് വലിയ ബബ്ലിനെസ് ഫീൽ ചെയ്തില്ല. ഞാൻ കുറച്ച് വണ്ണം വെച്ചിരിക്കുകയാണ്. എനിക്കറിയാം കുറച്ച് പേര് പറഞ്ഞു ഇവന് ഭയങ്കര പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ട് പറയുന്നവരുണ്ട്. ഞാൻ പോസിറ്റീവായിട്ട് പറഞ്ഞവരുടെ കാര്യം പറയാം, വണ്ണം വെച്ചിരിക്കുകയാണ്. പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ ഇനിയും റൂട്ടീനിൽ വരാനുണ്ട്, അതൊക്കെ ആയിക്കോളും. അപ്പോൾ ഇതങ്ങനെ ഒരു ഡ്രസ്സാണ് കേട്ടോ. പല സൈറ്റിലും പല അളവുകൾ പല ഇതിലായിരിക്കും. അപ്പം എനിക്ക് XXL വേണ്ടത് ചിലതിൽ 4XL എന്ന അളവിലായിരിക്കും അവൈലബിൾ. ഇത് ഈ പേജിൽ 4XL കേട്ടോ ഞാൻ എടുത്തത്. നല്ല എന്താ പറയുക, നല്ലതുണ്ടോ, വീതിയും വിസ്താരവും ഒക്കെ ഉണ്ട്. അപ്പം എന്നെ പോലെ വണ്ണമുള്ളവർ കുറേ പേര് കാണും, ഞാൻ മാത്രമല്ലല്ലോ ലോകത്ത് വണ്ണമായിട്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ അങ്ങനെ ഡ്രസ്സ് അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് നല്ലതാണ് കേട്ടോ. നല്ല പാർട്ടി വെയർ അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഭയങ്കര നന്നായിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട് എനിക്ക് ചുറ്റും ഞാൻ കണ്ടതിൽ വെച്ച്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് കേട്ടോ. വണ്ണമുള്ളവർക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഡ്രസ്സ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് ചിലപ്പോൾ സൈസിന് കിട്ടില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഡ്രസ് ഹോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക, അധികം പൈസ ഇല്ലാത്ത നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി 500 ബിലോ ഉള്ള ഡ്രസ്സുകൾ വാങ്ങിച്ചിട്ട് ഞാൻ ഉറപ്പായിട്ടും ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു ബ്ലാക്ക് കുർത്തി കുറേ പേര് ചോദിച്ചൊരു ഇതിന് സംഭവം സ്ലിറ്റ് വരുന്നുണ്ട് കേട്ടോ. സ്ലിറ്റ് ഉണ്ടെങ്കിലും ഇവിടെ കേട്ടോ ഒരു കുട്ടി ഫ്രില്ല് വരുന്നത്
അതുകൊണ്ട് തന്നെ വയറ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് എടുത്തറിയില്ല. ഇത് മറ്റേ അക്കോബ വർക്ക് എന്നാണോ പറയുക ഇതിന്, എനിക്കറിയില്ല. ഇത് സ്റ്റുഡിയോ ആണ് കേട്ടോ. കുറേ പേര് ചോദിച്ചിരുന്നു. സ്റ്റുഡിയോയിൽ XXL സൈസാണ് കേട്ടോ. ഇതെനിക്ക് അത്ര ഫിറ്റൊന്നും അല്ല കേട്ടോ. അടിയിലും ഇങ്ങനെ ഒരു അക്കോബ വർക്ക് പോലെ വരുന്നുണ്ട്, ഇങ്ങനെ കട്ട് വർക്ക് പോലെ വരുന്നുണ്ട് കേട്ടോ. നല്ല മെറ്റീരിയലാണ് കേട്ടോ, ചൂടേ എടുക്കില്ല, ഭയങ്കര സോഫ്റ്റാണ്. പിന്നെ ഇത് അങ്ങനത്തെ ഇത് കുറേ പേരെന്നോട് പേഴ്സണലി അതുപോലെ വീഡിയോയിൽ ഒക്കെ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ട്. നല്ലൊരു ഡ്രസ്സാണ്. ഞാൻ കുറേ ഇട്ടു, ഞാൻ മടക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. ചില ഡ്രസ്സുകൾ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മളത് സ്ഥിരം ഇട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു വ്യക്തിയാട്ടോ ഞാൻ. പിന്നെ യാമി ഡിസൈൻസിൽ നിന്ന് തന്നെ ഇതും ഞാൻ നമ്മുടെ എന്തോ ഒരു പരിപാടിക്ക് എവിടെയോ പോകുമ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഫ്രണ്ട് വശം ഓക്കെയാണ്, എനിക്കത് ചേരുന്നുണ്ട്, എനിക്കിഷ്ടമായി. കൈ ഇങ്ങനത്തെ ബീഡ്സ് വർക്കാണ് കേട്ടോ, ഒരു പേൾ വർക്ക്, ബീഡ്സ് അല്ല പേൾ വർക്കാണ് വരുന്നത് കേട്ടോ. നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ. ഇതെല്ലാം 1000 ബിലോ ആണ് വരുന്നത്. ആകെ എനിക്ക് തോന്നിയ ഒരു പ്രശ്നം, ഇപ്പം എനിക്ക് വണ്ണമുണ്ട്, ബാക്ക് സൈഡ് ആയാലും പെട്ടക്സ് ഉണ്ട് എനിക്ക്. അപ്പം ബ്ലാക്കിലാണെങ്കിൽ ചുറ്റും ഫ്രില്ലാണ്. അപ്പം നമുക്ക് ബാക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണില്ല. ഇതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്ക് പ്ലെയിൻ ആണ് വരുന്നത്. അപ്പം ഓക്വേർഡായിട്ട് തോന്നുന്നു ചോദിച്ചാൽ ഇല്ല. പിന്നെ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്തതേ ഓക്വേർഡാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആരെങ്കിലും ഈ ചൊറിയാൻ വരുന്നവർക്ക് തോന്നും. പക്ഷെ നല്ല ഡ്രസ്സാണ് കേട്ടോ, നല്ല വീതിയും വിസ്താരവും ഉണ്ട്. നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ ഫ്രില്ലുണ്ട്, സോ വയറുണ്ടെങ്കിലും അറിയില്ല. പിന്നെ കഴുത്ത് വരുന്നത് ഇവിടെ ഒരു ബട്ടൺസും കാര്യങ്ങളും നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. യാമി ഡിസൈനിൽ ഇത് ഫ്ലാഷ് ലൈറ്റ് കണ്ടടിക്കുന്നതുകൊണ്ട് അറിയുന്നില്ല കേട്ടോ. ഇതും XXL ആണെന്ന് തോന്നുന്നു. XXL ആണ് കേട്ടോ. നല്ല കളറല്ലേ. ഇതിൻ്റെ ഫോട്ടോ കാണാനും വഴിയില്ല. എന്തായാലും ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. യാമി ഇതാണ് കേട്ടോ. ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് ഡ്രസ്സ്. 2-3 പ്രാവശ്യം ഞാനിപ്പോൾ ഇട്ടു. ബ്ലാക്ക് ഞാൻ കഴുകി, കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ചിക്കൻ കാരി ടോപ്സ്. ഇതുവരെ ഞാൻ വാങ്ങിച്ചിട്ടില്ല, അല്ലെങ്കിൽ വീട്ടിൽ ഇഷ്ടമില്ലാത്തതിൻ്റെ പേരിൽ വാങ്ങിക്കാത്തൊരു സംഭവമാണ്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നി അതെന്താ എനിക്ക് ഇട്ടാലെന്ന്. ഇടാനുള്ള മെയിൻ റീസൺ, നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ചിക്കൻ കാരിയുടെ പ്രശ്നം വരിക ഫുൾ പ്ലെയിന്, അതായത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു പെറ്റിക്കോട്ട് ഇടണം. അതിന് അവരയക്കുന്ന പെറ്റിക്കോട്ട് വലിയ സുഖം കാണില്ല മെറ്റീരിയൽ. അപ്പോൾ നമുക്ക് വേറെ മെറ്റീരിയൽ എടുത്ത് തയ്പ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ മെറ്റീരിയൽ എടുത്തിട്ട് ലൈനിങ് ആയിട്ട് തയ്ക്കേണ്ടി വരും. അപ്പോൾ അതൊന്നും വേണം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആമസോണിൽ ഈ ഒരു ഡ്രസ്സ് കണ്ടത്. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഇത് അടിയിൽ സംഭവം കണ്ടോ, ട്രാൻസ്പെറൻ്റ് ആണ്. ബ്ലിങ് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ട്രാൻസ്പെറൻ്റ് ആണ്. പക്ഷേ ഇതൊരു ബ്ലാക്ക് പെറ്റിക്കോട്ട് ഇട്ടാൽ നമുക്ക് കമ്പനിയൻ സ്റ്റഫ് ഇട്ടാൽ എൻ്റെ മെയിൻ പ്രശ്നം, എനിക്ക് കോൺഫിഡൻസ് പോകണം, നമ്മുടെ ഈ ചെസ്റ്റിൻ്റെ യോക്ക് ഭാഗം വിസിബിൾ ആവുമോ എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ യോക്കിൻ്റെ ഭാഗത്ത് ലൈനിങ് ഉണ്ട്. സോ എനിക്കതൊരു ഇതായിട്ട് തോന്നിയില്ല. നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ, നല്ലൊരു അനാർക്കലിയാണ്, നല്ല ഫിനിഷിങ്. എനിക്കത് വരുമ്പോൾ അബദ്ധമാവുമോ എന്നൊക്കെ വിചാരിച്ചെങ്കിലും വളരെ നല്ലൊരു ടോപ്പാണ് കേട്ടോ. എനിക്കൊരു ബ്ലാക്ക് സ്ലിപ്പ് വരുന്നുണ്ട്, ഫുള്ള് നല്ല നീ ലെങ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് കറക്റ്റാണ് അത്. അപ്പോൾ ഞാൻ അതിടും, ലെഗിങ്സ് ഇട്ടിട്ട് അതിടും, അതങ്ങനെ. പിന്നെ ഇതൊരു കഫ്താനാണ് കേട്ടോ. ഇതിട്ടപ്പം ഞാൻ വണ്ണം വെച്ചതായിട്ട് വണ്ണം കുറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തന്നെ ഞാൻ വാങ്ങിച്ചതാണ്. സ്വപ്ന ഡിസൈൻസിന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് XXL ആണ് കേട്ടോ. നല്ലൊരു ഡ്രസ്സാണ്. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി മമ്മിയുടെ വീഡിയോയിലൊക്കെ കണ്ടു കാണും. സോ വലിയ പരിചയക്കുറവൊന്നും കാണില്ല. ഫോട്ടോ ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും വെക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടില്ല, നല്ല കളറാണ് കേട്ടോ. വേറെ കുറേ അവർ ഈയിടെ ഞാൻ പേജിൽ കണ്ടു റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അവിടെ ഈ പറഞ്ഞ പോലെ അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടും കേട്ടോ. പിന്നെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞങ്ങളുടെ ഇവിടെ മൂന്നാർ ട്രിപ്പിലൊക്കെ ഇട്ട ഒരു അനാർക്കലി. ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് നല്ലതാണ് കേട്ടോ, നല്ല അടിപൊളി ഒരു ടോപ്പ്, നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. ഇതിന് പാൻറ് ആക്ച്വലി എനിക്ക് ഇഷ്ടമില്ല, ഞാനതുകൊണ്ട് വൈറ്റ് ലെഗിങ്സിൻ്റെ കൂടെയാണ് ഇത് പെയർ ചെയ്യണത്.
ഇത് ആക്ച്വലി 3XL സൈസിൽ നിന്നാണ് വാങ്ങിച്ചത്. ആമസോണിൽ നിന്നാണ് കേട്ടോ ഞാനിത് വാങ്ങിച്ചത്. എനിക്ക് തോന്നുന്നു ആമസോണിൻ്റെ ലിങ്ക് നമ്മുടെ ടാഗ് പ്രൊഡക്ട്സിൽ ആഡ് ചെയ്യാൻ പറ്റണില്ല യൂട്യൂബിൽ, എനിക്കറിയില്ല. എന്നാലും ഞാൻ വേറെ ഇതിലൊന്നും ടാഗ് പ്രൊഡക്റ്റ് ചെയ്യാം കേട്ടോ, വേറെ ഇവിടെ ഏതെങ്കിലും സൈറ്റിൽ കണ്ടാൽ. ഇത് എൻ്റെ ഒരു മോസ്റ്റ് ഫേവറേറ്റ് ഡ്രസ്സാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കുറേ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് ഇഷ്ടമായി. ഈ സെയിം വാങ്ങിച്ചവരുണ്ട്. ഭയങ്കര സന്തോഷമാണ് അങ്ങനെയൊക്കെ നമുക്ക് കാണുമ്പോൾ നമ്മുടെ സെയിം സംഭവം വാങ്ങിച്ചു എന്നൊക്കെ പറയുമ്പോൾ. ഇതും 3XL ആണ് കേട്ടോ. ഇവിടെ ഫ്രണ്ടിലൊരു വർക്കും കാര്യം ഇവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ ഫുൾ ഇതാണ്. ആദ്യത്തെ വാഷിന് നല്ല രീതിക്ക് കളർ പോയിട്ടാ, ഞാൻ പ്രതീക്ഷനേക്കാളും കളർ പോയി. കൈ ഇങ്ങനൊരു പാറ്റേണിലാണ് വരുന്നത്. ഇവിടെ വന്നിട്ട് ഇവിടെ കുറച്ച് ഫ്രില്ല് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ കൈ വരുന്നത്. നല്ലതാണ്. ആകെയുള്ള പ്രശ്നം ഈ ഒരു സാധനം അകത്തുനിന്ന് പൊന്തി വരും എന്നുള്ളതാണ്. അത് കൈ കൊണ്ടൊന്നും തയ്ച്ചാൽ ഓക്കെ, പക്ഷെ തയ്യൽ പുറത്ത് കണ്ടാൽ അതൊരു സുഖം ഉണ്ടാവില്ല. അപ്പം ഇതാണ് നിങ്ങൾ റീസെൻ്റ്ലി കണ്ട് ഇഷ്ടമായ കുറച്ച് ഡ്രസ്സുകൾ. ഇനിയിപ്പം ഹോം വെയർ കളക്ഷൻസ് ചെയ്യണം എന്നെനിക്കൊരു ആഗ്രഹമുണ്ട് കേട്ടോ. എന്താ പറയുക, കാരണം കുറേ പേര് ചോദിക്കുന്നുണ്ട് വീട്ടിലിടുന്ന ലോങ് പോളോ എവിടെ നിന്നാണ്, അല്ലെങ്കിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്ന്. അപ്പം ഞാൻ റീസെൻ്റ്ലി ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു അതൊരു ബിസിനസ് ആക്കിയാലോ എന്നൊക്കെ. അപ്പോൾ എത്രത്തോളം അത് സക്സസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. ഈ പറയുന്ന പോലെ എൻ്റെ ഒരു ഷെഡ്യൂൾ വെച്ച് അതും കൂടെ ഏറ്റെടുത്ത് നടത്താൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ അതുകൊണ്ട് ഒരു എന്താ പറയുക, നമ്മൾ സൂരത്തിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരാളോട് ഇങ്ങനെ ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് ആയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷെ അത് നിങ്ങളെ കാണിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അതിൻ്റെ സൈസുകളൊക്കെ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ മനസ്സിരുത്തി ഇതുവരെ ആലോചിച്ചൊരു ഡിസിഷനിൽ എത്തിയിട്ടില്ല. ഇങ്ങനെ ആലോചിച്ച് ഞാൻ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലോ, എത്രത്തോളം അത് സക്സസ്ഫുൾ ആകും. കാരണം എപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു സംഭവമാണ് ലോങ് പോളോസൊക്കെ എവിടെ നിന്നാണ് എടുക്കാറ്, അല്ലെങ്കിൽ ഇത് എവിടുന്ന്, ഇത് ഈ ടൈപ്പ് ഇന്നലെ ഇട്ട ഡ്രസ്സ്, ഇതെല്ലാം ഒരു സെറ്റിൽ വരുന്നതാണ് കേട്ടോ. ഇത് ആക്ച്വലി ഫീഡിങ് ടൈപ്പ് അല്ല, നോൺ ഫീഡിങ് നൈറ്റിയാണ് വിത്ത് പോക്കറ്റ്, പുറകിൽ വാലും കാലും ഒക്കെ ഉള്ളൊരു സംഭവമാണ്. പക്ഷെ മെറ്റീരിയൽ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഫീഡിങ് നൈറ്റി വേണം, ബനിയൻ സ്റ്റഫൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എനിക്കത് ഓക്കെ ആകുമോ എന്നുള്ളത് നിങ്ങൾ പറയട്ടോ. മീൻസ് ഞാൻ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സപ്പോർട്ട് കാണിപ്പം ഓർണമെൻറ്റ്സ് സപ്പോർട്ട് ചെയ്ത പോലെ ഈ പറയുന്ന പോലെ എനിക്ക് ഫുള്ളി ഇൻവോൾവ്മെൻറ്റ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചിട്ട് പോകുമെന്നൊന്നും എനിക്ക് അറിയില്ലല്ലോ. സോ അത് നിങ്ങൾ പറയണം കേട്ടോ. അപ്പം നിങ്ങൾക്കൊരു ഡ്രസ് ഹോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. പറ്റിയാൽ ഞാൻ ലിങ്ക് മെൻഷൻ ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ 2-3 ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം പേജ്, ആമസോണിലൊക്കെ ഫോട്ടോ വെച്ച് സെർച്ച് ചെയ്ത് നമുക്ക് ഉറപ്പായിട്ടും സാധനങ്ങൾ കിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ മനസ്സിലിങ്ങനെ ഫ്ലിപ്കാർട്ട് ഒരു ഹോൾ ചെയ്താലുണ്ട്. കാരണം കുറേ ടോപ്പുകൾ ഞാൻ ഫ്ലിപ്കാർട്ടിൻ്റെ നല്ലത് കണ്ടു. അതായത് 400-ന് താഴെയുള്ള ഫ്രോക്കുകൾ ഞാൻ കണ്ടു കേട്ടോ. ഈ പറഞ്ഞ പോലെ ഞാൻ നോക്കിയെടുത്തോളം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ഓർത്ത് കുഞ്ഞു ഒരു 3 ഡ്രസ്സായാലും ഓക്കെ, നിങ്ങൾക്കത് ഇഷ്ടമായാലും നിങ്ങൾക്കും വാങ്ങിക്കാം, എനിക്ക് യൂസ്ഫുള്ളായി, എനിക്കൊരു വീഡിയോ ആയി, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ. പിന്നെന്താണ്, ഇന്ന് അവധിയായിരുന്നു. ഇന്ന് അവധി ആയതുകൊണ്ട് തന്നെ ഡോൺ ചേട്ടനും മമ്മിയും ഡാഡിയൊക്കെ രാവിലെ തുടരും സിനിമ കാണാൻ പോയി. ഞാനും ഡിമ്പിളും പിള്ളേരും ഇവിടെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഞങ്ങൾ നല്ലൊരു പടമൊക്കെ അടിച്ചു. ഉച്ച കഴിഞ്ഞ് അവർ വന്നപ്പം ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാമെന്ന് ഞാൻ ആദ്യം പോകാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും എനിക്ക് 2-3 ദിവസമായിട്ട് വയ്യ. നമ്മുടെ ഈ പീരിയഡ്സ് ആവാൻ പോകുന്നതിന് മുമ്പുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിട്ട്. പക്ഷെ ഉച്ചയായപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പം എനിക്ക് ആകുമ്പോൾ വളരെ സിവിയറായിട്ടാണ് ആവുക. അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അൺകംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പുറത്ത് പോകുമ്പോൾ. അപ്പം ഞാൻ പോയില്ല, ഞാനും ചാക്കോച്ചനും അവരെല്ലാവരും പോയിട്ട് വന്നു. ഞങ്ങളെങ്കിൽ കഴിഞ്ഞിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഡിമ്പിൾ അടിപൊളി ഒരു കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഡിമ്പിൾ എന്താ ഉണ്ടാക്കിയെന്നുള്ളത് ഡിമ്പിളുടെ വീഡിയോയിൽ കാണട്ടെ. കാരണം ഡിമ്പിൾ വ്ളോഗ് എടുക്കണമുണ്ട്. അപ്പം ഞാനതൊന്നും സസ്പെൻസ് പൊളിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അവരെവിടേക്കോ പോയിട്ട് വന്നിട്ടുണ്ട്. എവിടേക്കാണ് പോയെന്നുള്ളത് മമ്മിയുടെയോ ഡിമ്പിളുടെയോ വീഡിയോയിൽ നിങ്ങൾക്ക് നാളെ കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ മുന്നോട്ടും സപ്പോർട്ട് ചെയ്യുക. കുറേ പേര് ചോദിച്ചു ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്ക് ഇട്ടില്ലല്ലോ, ഞാൻ മറന്നു പോയതാണ് കേട്ടോ. ഇന്ന് എന്തായാലും വീഡിയോയിൽ ഇടാം. അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ. ഞാൻ എൻ്റെ എസ്പെൻ താഴെ വെച്ചിരിക്കുകയാണ്, മറന്നുപോയി. ഇത് കാരണം എഡിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി എഡിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ എപ്പോഴും പെൻ കയ്യിൽ വെക്കുക. ഇപ്പോഴും ഞാൻ ഓർത്ത് ഇത് എഡിറ്റ് ചെയ്യാതെ പറ്റില്ല, ഫോട്ടോ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും ഞാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. ടേക്ക് കെയർ.